പഠിത്തം പോലെ അല്ലെങ്കിൽ പഠനത്തെക്കാൾ പ്രധാനമാണ് എന്താണ് നമ്മുടെ റിവിഷൻ എന്നുള്ളത് അല്ലെ. പഠിത്തം പോലെ അല്ലെങ്കിൽ പഠനത്തെക്കാൾ പ്രധാനമാണ് എന്താണ് നമ്മുടെ റിവിഷൻ എന്നുള്ളത് അല്ലെ. ലൈവായിട്ട് നിങ്ങൾക്ക് റിവിഷൻ നൽകുന്നതായിരിക്കും. കൂടാതെ റിവിഷൻ മാത്രമല്ല, ആ ഏരിയയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും കേട്ടോ. JPSC എക്സാമിനൊക്കെ ഒരുപാട് ഉപയോഗപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മാരത്തൺ റിവിഷൻ അല്ലേ. സോ മാരത്തൺ റിവിഷൻ നമ്മൾ നടത്തുന്നതായിരിക്കും നമ്മുടെ എജുസ് അക്കാഡമിയുടെ സ്റ്റുഡൻസ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സിലബസ് എൻറ്റയർ കവർ ചെയ്യുന്ന തരത്തിലുള്ള മാരത്തൺ റിവിഷൻ ഏകദേശം 2 ആഴ്ച, അതായത് 14 ദിവസം നീണ്ടു നിൽക്കുന്ന മാരത്തൺ റിവിഷൻ നൽകുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സിലബസ് എൻറ്റയർ കവർ ചെയ്യുന്ന തരത്തിലുള്ള മാരത്തൺ റിവിഷൻ ഏകദേശം 2 ആഴ്ച, അതായത് 14 ദിവസം നീണ്ടു നിൽക്കുന്ന മാരത്തൺ റിവിഷൻ നൽകുന്നതായിരിക്കും. ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല റാങ്ക് മേടിക്കാനും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് സർവീസിൽ പ്രവേശിക്കാനും കഴിയും. വെൽക്കം ടു എജൂസ് അക്കാഡമി. എജൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ആക്ച്വലി നമ്മുടെ കേരള PSCയുടെ DME സ്റ്റാഫ് നഴ്സ് എക്സാമിനേഷൻ വരുന്ന ജൂലൈ മാസം 18-ാം തീയതിയാണ് അല്ലേ. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഏകദേശം ഒരു 71 ദിവസമാണ് നമുക്ക് എക്സാമിനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സിലബസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഏകദേശം 15ഓളം സബ്ജക്ട്സ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. 71 ദിവസമാണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലേ. ആക്ച്വലി ഇത്രയും സബ്ജക്ട്സ് നന്നായിട്ട് പഠിച്ച് അതിന്റെ റിവിഷൻ കഴിഞ്ഞ് അതിന്റെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എക്സാമിന് പോയിട്ടേ കാര്യമുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ഏകദേശം 60,000-70,000 പേരൊക്കെ എഴുതുന്ന ഒരു എക്സാമാണിത്. അപ്പോൾ അതിന്റെ റാങ്ക് ലിസ്റ്റ് ജസ്റ്റ് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല അല്ലെ. ജസ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം റാങ്ക് ലിസ്റ്റ് വന്നു എന്ന് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. ജോലി ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് റാങ്ക് ലിസ്റ്റിന്റെ മുകളിലേക്ക് അല്ലെങ്കിൽ ടോപ്പിലേക്ക് വരണം. അങ്ങനെ ഒരു റാങ്ക് ലിസ്റ്റിന്റെ, അതായത് ഒരു 60,000 പേര് എഴുതുന്ന എക്സാമിന്റെ ടോപ്പിലേക്ക് വരണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്ലാൻ വേണം അല്ലേ. സോ നമ്മുടെ എക്സാമിന് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് എക്സാം പാസ് ആകാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ കഴിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാച്ച് ഫോർ ലേറ്റർ ഇട്ട് പിന്നെ അടുത്തേക്ക് കാണുക. അതുകൂടാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എക്സാമിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എല്ലാ അപ്ഡേറ്റ്സും കൃത്യമായിട്ട് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മളിപ്പോ ഒരു വീട് വെക്കണമെങ്കിൽ തന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ വരയ്ക്കും. രണ്ടാമതായിട്ട് എന്ത് ചെയ്യും, ആ പ്ലാനിനനുസരിച്ച് കൃത്യമായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യും അല്ലേ. സോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ വീട് പണി പൂർത്തിയാക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതിന് ഒത്തിരി കാര്യങ്ങൾ വീടൊക്കെ വെച്ചിട്ടുള്ളവർക്ക് അറിയാലോ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കും. ഫിനാൻസ് നോക്കും, ബാക്കി മെറ്റീരിയൽസ് നോക്കും, മാൻ പവർ നോക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഈ പ്ലാനിങ് ഒക്കെ ചെയ്യുക. അപ്പൊ ആക്ച്വലി ഇങ്ങനെയുള്ള, അതായത് നമ്മുടെ എക്സാം വരുമ്പോഴത്തേക്ക് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ നോക്കണം. അതായത് സിലബസ് കംപ്ലീറ്റ് ആകണം, പിന്നെ മാർക്കിന്റെ വെയിറ്റേജ് നോക്കണം, പിന്നെ റിവിഷന് കൃത്യമായിട്ടുള്ള ടൈം ഉണ്ടാകണം, ക്വസ്റ്റ്യൻസ് മാക്സിമം ഡിസ്കസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിരിക്കണം. സോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആക്ച്വലി കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആക്ച്വലി ഇനി ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എജൂസ് അക്കാഡമിയുടെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് നമ്മുടെ സ്റ്റുഡൻസിന് അറിയാം അല്ലെ, കൃത്യമായിട്ട് റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂല്, അതായത് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക ആ ഏരിയയിൽ നിന്ന് വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഫുൾ സിലബസ് കവർ ചെയ്യുന്ന ക്ലാസ്സുകളാണ് ലഭിക്കുക. കൂടാതെ സെൽഫ് അസസ്മെന്റും പ്രാക്ടീസ് ടെസ്റ്റും, അതായത് നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മുടെ പൊസിഷൻ ഏതാണ്, നമുക്ക് എത്രത്തോളം കാര്യങ്ങൾ അറിയാം, ഇനി എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള സെൽഫ് അസസ്മെന്റ് ക്വസ്റ്റ്യൻസ്. കൂടാതെ ഓരോ യൂണിറ്റ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പ്രാക്ടീസ് ടെസ്റ്റ്. നെക്സ്റ്റ് നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്യുന്നത് റിവിഷൻ ആണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ പഠിത്തം പോലെ അല്ലെങ്കിൽ പഠനത്തെക്കാൾ പ്രധാനമാണ് എന്താണ് നമ്മുടെ റിവിഷൻ എന്നുള്ളത് അല്ലെ. ആക്ച്വലി എജൂസ് അക്കാഡമി നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു, നമ്മുടെ സ്റ്റുഡൻസിന് റെക്കമെൻഡ് ചെയ്യുന്നു 4 റിവിഷൻ ആണ്. അതായത് 4 പ്രാവശ്യമാണ് നമ്മൾ റിവിഷൻ, 4 സൈക്കിൾ റിവിഷൻ ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം, അതായത് ഒന്നാമതായിട്ട് വരുന്നത് സെൽഫ് റിവിഷൻ. അതായത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ എജൂസ് അക്കാഡമിയുടെ തന്നെ കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ആ ടൈം ടേബിളിന് പ്രകാരം നിങ്ങൾ സെൽഫായിട്ട് റിവിഷൻ നടത്തുക കേട്ടോ. സെൽഫായിട്ട് റിവിഷൻ നടത്തുക. അതിനുശേഷം ഓരോ യൂണിറ്റും കഴിയുമ്പോഴും അതിൽ നിന്ന് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രാക്ടീസ് ടെസ്റ്റ് ഉണ്ടാകും. ആ ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് പിന്നെ ഏതൊക്കെ ഏരിയ ഇംപ്രൂവ് ചെയ്യാനുണ്ട് ആ ഏരിയാസ് സ്വന്തമായിട്ട് ഇംപ്രൂവ് ചെയ്യുക കേട്ടോ. ഇതാണ് ആക്ച്വലി നമ്മൾ സെൽഫ് റിവിഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായിട്ട് വരുന്നത് ഫാക്കൽറ്റി റിവിഷൻ ആണ്. അതായത് നമ്മുടെ ഫാക്കൽറ്റീസ് തന്നെ, ഞാൻ ഉൾപ്പെടുന്ന നമ്മുടെ ഫാക്കൽറ്റീസ് തന്നെ ലൈവായിട്ട് നിങ്ങൾക്ക് റിവിഷൻ നൽകുന്നതായിരിക്കും.
കൂടാതെ റിവിഷൻ മാത്രമല്ല ആ ഏരിയയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പം സെൽഫ് റിവിഷൻ ഉണ്ട്, ഫാക്കൽറ്റി റിവിഷൻ ഉണ്ട്. നെക്സ്റ്റ് ആക്ച്വലി പലർക്കും നമ്മുടെ JPSC എക്സാമിനൊക്കെ ഒരുപാട് ഉപയോഗപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മാരത്തൺ റിവിഷൻ അല്ലേ. സോ മാരത്തൺ റിവിഷൻ നമ്മൾ നടത്തുന്നതായിരിക്കും. നമ്മുടെ എജ്യൂസ് അക്കാഡമിയുടെ സ്റ്റുഡൻസിന് പ്രത്യേകിച്ച് നമ്മൾ മാരത്തൺ റിവിഷൻ നടത്തുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് എന്താ വരിക, ഫുൾ സിലബസ് റിവിഷൻ. ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ വരുന്ന സ്ലൈഡ്സിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതായത് മാരത്തൺ റിവിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഫുൾ സിലബസ് റിവിഷൻ വരുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് ടിപ്സ് ആൻഡ് ട്രിക്സ് ഫോർ ദ എക്സാം. അപ്പം ഈ രീതിയിലാണ് ആക്ച്വലി നമ്മുടെ റിവിഷൻ പ്ലാൻ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി പ്ലാൻ പോവുക കേട്ടോ. അപ്പൊ ആക്ച്വലി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, നമുക്ക് സ്റ്റുഡൻസിന്റെ ആക്ച്വലി ഒരുപാട് സ്റ്റുഡൻസിന്റെ അഭ്യർത്ഥന മാനിച്ച് തന്നെ നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് പുതിയ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഈ വരുന്ന 12-ാം തീയതി കേട്ടോ. 12-ാം തീയതി തിങ്കളാഴ്ച നമ്മൾ പുതിയ DME ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ആക്ച്വലി നമ്മൾ ക്രാഷ് ബാച്ചിൽ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, ഒന്നാമത് ഈ പറഞ്ഞ പോലെ റെഗുലർ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. കൂടാതെ ഓരോ യൂണിറ്റും കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെൽഫ് അസസ്മെന്റ് നടത്തി അത് എൻറ്റർ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് അസസ്മെന്റ് നടത്തി നിങ്ങളുടെ പ്ലേസ് എവിടെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഇതുപോലെയുള്ള ഇവാലുവേഷൻ ഫോംസ് ഞങ്ങളുടെ സ്റ്റുഡൻസിന് കൊടുത്തിട്ടുണ്ട്. പുതിയ സ്റ്റുഡൻസിന് നൽകുന്നതായിരിക്കും. നെക്സ്റ്റ് വരുന്നത് പ്രാക്ടീസ് ടെസ്റ്റ് ആണ്. അതായത് പഠിത്തം പോലെ അതുപോലെ തന്നെ നമ്മുടെ റിവിഷൻ പോലെ ഇമ്പോർട്ടന്റ് ആണ് പ്രാക്ടീസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഏത് രീതിയിലാണോ നമ്മുടെ ഫൈനൽ ഇവാലുവേഷൻ നടക്കുക ആ രീതിയിലുള്ള പ്രാക്ടീസ് ടെസ്റ്റ് നമ്മുടെ സ്റ്റുഡൻസിന് നൽകുന്നതാണ്. അതായത് ടോപ്പിക് വൈസ്, സബ്ജക്ട് വൈസ്, കൂടാതെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന തരത്തിലുള്ള ടെസ്റ്റ് നമ്മുടെ സ്റ്റുഡൻസിന് നൽകുന്നതായിരിക്കും. ഈവൻ നമ്മുടെ സ്റ്റുഡൻസ് അല്ലാത്തവർക്കും ആക്ച്വലി ഈ രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ എക്സാമിൽ നല്ല റാങ്ക് മേടിക്കാനായിട്ട് കഴിയും കേട്ടോ. നെക്സ്റ്റ് ആക്ച്വലി ഇതാണ് നമ്മുടെ സെൽഫ് റിവിഷൻ കൂടാതെ ഫാക്കൽറ്റി റിവിഷന്റെ ഷെഡ്യൂൾ. ആക്ച്വലി നമ്മുടെ സ്റ്റുഡൻസിന് നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. സെൽഫ് റിവിഷൻ കൂടാതെ ഫാക്കൽറ്റി റിവിഷന്റെ ഷെഡ്യൂളാണ് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഇവിടെ ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ആക്ച്വലി നടത്തുക നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി നടത്തുക. അതായത് ഈ ക്രാഷ് ബാച്ചിൽ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസ് ഉൾപ്പെടെ, അതായത് നമ്മുടെ റെഗുലർ സ്റ്റുഡൻസിന് ഉറപ്പായിട്ട് ലഭിക്കുന്നതാണ്. കൂടാതെ നമ്മുടെ ക്രാഷ് ബാച്ച് സ്റ്റുഡൻസിന് ലഭിക്കുന്നതാണ് ഈ മാരത്തൺ റിവിഷൻ. അതായത് നമ്മുടെ JPSC എക്സാം നിങ്ങൾക്ക് അറിയാം അല്ലെ, ഒരുപാട് ഹെൽപ്ഫുൾ ആയ റിവിഷൻ ആണ് മാരത്തൺ റിവിഷൻ എന്ന് പറയുന്നത്. JPSC എക്സാമിന് ആക്ച്വലി നമ്മുടെ സിലബസ് കുറച്ചുകൂടെ കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ച് ദിവസത്തെ റിവിഷൻ മതി. പക്ഷെ നമുക്ക് ഇവിടെ അങ്ങനെയല്ല, വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സിലബസ് എൻറ്റയർ കവർ ചെയ്യുന്ന തരത്തിലുള്ള മാരത്തൺ റിവിഷൻ ഏകദേശം 2 ആഴ്ച, അതായത് 14 ദിവസം നീണ്ടു നിൽക്കുന്ന മാരത്തൺ റിവിഷൻ നൽകുന്നതായിരിക്കും. അതായത് ജൂലൈ മാസം 18 എക്സാമിൽ വരിക അല്ലെ. അതുകൊണ്ട് അപ്പോൾ അങ്ങനെയാണ് ജൂലൈ 1 മുതൽ 14 വരെയാണ് നമ്മുടെ മാരത്തൺ റിവിഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സമയം ആക്ച്വലി 6 to 10 ആണ്. 6 to 10 PM ആണ് വരിക. പക്ഷേ കണ്ടിന്യൂസ് 6 to 10 PM ആയിരിക്കത്തില്ല, ഒരു 6 to 8 hours കേട്ടോ. 6 മുതൽ 8 മണിക്കൂർ വരെ ആയിരിക്കും നിങ്ങൾക്ക് ഒരു ദിവസം ഡെയിലി റിവിഷൻ നൽകപ്പെടുക. 6 മുതൽ 8 മണിക്കൂർ വരെ ആയിരിക്കും നിങ്ങളുടെ റിവിഷൻ നൽകപ്പെടുക. നെക്സ്റ്റ് എന്താണ് ഞാൻ പറഞ്ഞു, നമ്മൾ 4 സെറ്റ് റിവിഷൻ ആണ് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നത് അല്ലെ. ഒന്നാമതായിട്ട് സെൽഫ് റിവിഷൻ, രണ്ടാമതായിട്ട് ഫാക്കൽറ്റി റിവിഷൻ, മൂന്നാമത് മാരത്തൺ റിവിഷൻ, ഇനി ലാസ്റ്റ് ഫൈനൽ റിവിഷൻ ആണ് ഫുൾ സിലബസ് റിവിഷൻ കേട്ടോ. ഈ ഫുൾ സിലബസ് റിവിഷൻ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ജൂലൈ മാസം 15-ാം തീയതി 16-ാം തീയതി കേട്ടോ. 2 ദിവസം എന്താ നീണ്ടു നിൽക്കുന്നത്. ഇത് ആക്ച്വലി കുറച്ച് ഹെക്ടിക് ആയിരിക്കും, കുറച്ച് സമയം കൂടുതൽ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ആയിരിക്കും നമ്മുടെ മാരത്തൺ റിവിഷൻ. ഇത് അങ്ങനെയല്ല, കുറച്ചുകൂടെ സമയം എടുക്കും. കാരണം നമുക്ക് ഇത്രയും ടോപ്പിക്സ് വളരെ ഹെക്ടിക് ആയിട്ട് നമുക്ക് റിവൈസ് ചെയ്ത് തീരേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ റിവിഷൻ വരിക ഫുൾ സിലബസ് റിവിഷൻ ജൂലൈ മാസം 15-നും 16-നും ആയിരിക്കും. അത് 6 മണി മുതൽ 10 മണി വരെ കംപ്ലീറ്റ് ആയിരിക്കും. ഇടയ്ക്ക് നിങ്ങൾക്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. സോ ഈ രീതിയിലാണ് നമ്മുടെ ഫുൾ സിലബസ് റിവിഷൻ. നെക്സ്റ്റ് നമ്മൾ ആക്ച്വലി നടത്തുക ഓൾ ഇന്ത്യ ഗ്രാൻഡ് മോക്ക് ടെസ്റ്റ് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സെൽഫ് അസസ്മെന്റിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഓൾ ഇന്ത്യ ഗ്രാൻഡ് മോക്ക് ടെസ്റ്റ് നടത്തുക. എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം. എക്സാം നടത്തപ്പെടുക നമ്മുടെ എജ്യൂസ് അക്കാഡമിയുടെ ആപ്പ് വഴിയാണ്. നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും, അതായത് എക്സാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. അതായത് ഈ ടെസ്റ്റ് നടത്തപ്പെടുക 3 ദിവസങ്ങളായിട്ടായിരിക്കും. 14-ാം തീയതി, 15, 16 കേട്ടോ. അതായത് ഈ മാസം മെയ് മാസം തന്നെ 14, 16, 18 ദിവസങ്ങളിലായിരിക്കും ഈ ഓൾ ഇന്ത്യ മോക്ക് ടെസ്റ്റ് നടത്തപ്പെടുക. ഇതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടി നൽകുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇത് അതായത് നമ്മുടെ സ്റ്റുഡൻസ് അല്ലാത്തവർക്കും ഉറപ്പായിട്ടും ഈ എക്സാം അറ്റൻഡ് ചെയ്യാം. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ആക്ച്വലി ചാനലിൽ ഇതിന്റെ അപ്ഡേറ്റ്സ് തരുന്നതായിരിക്കും. എല്ലാവർക്കും ഈ എക്സാം അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ പൊസിഷൻ എവിടെയാണ് എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അതിനനുസരിച്ച് നിങ്ങളുടെ സ്റ്റഡി സ്ട്രാറ്റജി ആക്ച്വലി നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി ഈ എക്സാം ഈ മാസം തന്നെ നടത്തുന്നത്. അതായത് ഈ മെയ് മാസം തന്നെ നടത്താനുള്ള കാരണം ഇതാണ്. നിങ്ങൾക്ക് ആക്ച്വലി സെൽഫ് അസസ്മെന്റ് നടത്തുകയും നിങ്ങളുടെ സ്റ്റഡി സ്ട്രാറ്റജി മോഡിഫൈ ചെയ്യാനുള്ള അവസരം കൂടെയാണ് ഈ ഓൾ ഇന്ത്യ മോക്ക് ടെസ്റ്റിലൂടെ നൽകപ്പെടുക.
നെക്സ്റ്റ് ആക്ച്വലി നമ്മൾ ചെയ്യുക നമ്മുടെ എക്സാമിന്റെ തലേ ദിവസം അല്ലെ 18-ാം തീയതിയാണ് എക്സാം വരിക. അതിന്റെ തലേ ദിവസം ടിപ്സ് ട്രിക്സ് ഈ എക്സാം എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാം, നിങ്ങളുടെ ഉള്ള നോളജ് വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ വളരെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആക്ച്വലി നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. സോ അതാണ് ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മുടെ എഡ്യൂസ് അക്കാഡമിയുടെ DMA എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ. ആക്ച്വലി ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല റാങ്ക് മേടിക്കാനും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് സർവീസിൽ പ്രവേശിക്കാനും കഴിയും കേട്ടോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ സ്റ്റുഡൻസിന്റെ അല്ലെങ്കിൽ നമ്മുടെ എക്സാം എഴുതുന്ന ആൾക്കാരുടെ അഭ്യർത്ഥന മാനിച്ച് തന്നെ നമ്മൾ പുതിയ ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. വരുന്ന തിങ്കളാഴ്ച 12-ാം തീയതിയാണ് നമ്മൾ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. എല്ലാവർക്കും വിജയാശംസകൾ. ഓൾ ദി ബെസ്റ്റ്.